ഹായ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് തമ്പനെയിലിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യത്തിലോട്ട് തന്നെ വരികയാണ്. എല്ലാവരും റിയൽ ടൈം ഓൺലൈൻ ഓഫ്ലൈൻ ജോബുകൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ക്യാപ്ച ടൈപ്പിംഗ് ജോബ്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഫണ്ട് ലഭിക്കുന്ന ജോബ്, അതേപോലെ റീൽസ് കണ്ടാൽ, ആഡ്സ് കണ്ടാൽ, ഡാറ്റ എൻട്രി ചെയ്താൽ, ഹാൻഡ് റൈറ്റിംഗ് ജോബ് ചെയ്താൽ ഫണ്ട് കിട്ടുന്ന ജോബുകൾ, അതിനവർ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ ആയിട്ട് കാണും. എന്നാലോ ജെനുവിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏലൂരിൽ RVS ഇൻഫോടെക് എന്നൊരു ഫേമിൽ ഡാറ്റ എൻട്രി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാപ്ച എൻട്രി ചെയ്തതിൽ എനിക്ക് ഏർണിങ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് വിഡ്രോ ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ആയിട്ടില്ല. ഒരുപാട് എൻട്രി ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണിക്കുകയുള്ളൂ. അതേപോലെ ഡാറ്റ എൻട്രി വർക്ക് ചെയ്തിട്ട് എനിക്ക് പേയ്മെൻറ്റ് അപ് ടു ഒരു 56,000ഓളം കിട്ടിയത് RVS ഇൻഫോടെക് ഏലൂർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാൻ ഡാറ്റ എൻട്രി വർക്ക് ചെയ്തിരുന്നു. അത് പെർ വർക്കിന് എനിക്ക് 14,000 to 18,000 കിട്ടിയിരുന്നു. ആ വർക്ക് മാത്രമാണ് എനിക്ക് ഡാറ്റ എൻട്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചത്. എന്നാലോ അതേപോലെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വീട്ടിലിരിക്കുന്ന അത്യാവശ്യം +2 വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സൊമാറ്റോ ഓടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള, എന്നാലും വീട്ടിൽ നിന്ന് അധികം പുറത്ത് പോകാനോ ടെലികമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. അതും ഞാൻ പ്രാക്ടിക്കൽ ചെയ്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി പറയാം. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. കേൾക്കുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡ് സെല്ലിംഗ് അല്ലേ, അത് ആരാണ് എടുക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ആദ്യം തന്നെ ഗുണം പറയട്ടെ. ഞാൻ തന്നെ അത് എടുത്തിട്ട് എനിക്ക് തന്നെ കിട്ടിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 റുപ്പീസാണ് ആ കാർഡിൻ്റെ പ്രൈസ് വരുന്നത്. ആ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് ഞാൻ എടുത്തപ്പോൾ SBMൻ്റെ മാഗ്നറ്റ് കാർഡ്, ആ കാർഡ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ലിമിറ്റ് 4,500 റുപ്പീസ് മന്ത്ലി സ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ 50% ഇനി ക്യാഷ് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് എനിക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 5,000 സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 5,000 വർത്ത് വരുന്ന ഒരു കാർഡാണ്. ഇനി അതുകൂടാതെ ആ ഒരു കാർഡ് ഞാൻ പർച്ചേസ് ചെയ്തതിലൂടെ കമ്പനി എനിക്ക് ഓഫർ ചെയ്തത് 1,000 രൂപ, 945 റുപ്പീസ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എൻ്റെ ബാങ്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ ആ ഒരു രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് അവരുടെ ഒരു റിന്യൂവൽ മെത്തേഡ് ഉണ്ട്. എവറി ട്യൂസ്ഡേ അവരുടെ അക്കൗണ്ടിൽ വരുന്ന ഓരോ സെയിൽസിനും വരുന്ന എമൗണ്ട് അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. 945 റുപ്പീസ് കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് GST അതർ ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയ എമൗണ്ടാണ്. അതുപോലെ അവരുടെ ഓഫർ വരുന്നത്, ഇതുപോലുള്ള ഓരോ കാർഡ് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള ഓഫർ, ഇന്നത്തെ ദിവസമുള്ള ഓഫർ 1,350 പെർ കാർഡാണ്. FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണെന്ന് നോക്കണം. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്, ഇത് ആർക്ക് വേണമെങ്കിലും ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. മറ്റേത് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. സാലറി അബോവ് 15,000 18,000 എബോവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ സെൽ ചെയ്യുന്ന കാർഡിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുന്ന കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഗുണങ്ങൾ തന്നെ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മളെടുത്തപ്പോൾ നമുക്ക് ലഭിച്ചത് കാർഡ് കിട്ടി, അതേപോലെ തന്നെ 945 റുപ്പീസ് കിട്ടി, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് സെല് ചെയ്യാനായിട്ട്. ഇത് ജസ്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ കേസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്രെഡിറ്റ് കാർഡിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സും നമുക്ക് ഈ പ്ലാറ്റ്ഫോം ത്രൂ സെല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിന് ഏർണിങ്സ് വരുന്നത് 1,200 to 3,500 വരെയാണ്. അപ് ടു ആ റേഞ്ച് വരെ നമുക്ക് ഒരു കാർഡ് സെല് ചെയ്താലായിട്ട് കിട്ടും. നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് നമുക്ക് സ്റ്റാറ്റസോ കാര്യങ്ങളൊക്കെ ഇട്ട് ഇൻ കേസ് ആരെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് ത്രൂ നമ്മൾ പോലും അറിയാതെ അവർ ആ ലിങ്ക് ഒന്ന് ഫോളോ ചെയ്ത് ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കും ആരാണ് എടുത്തിരിക്കുന്നത്, അത് പെൻഡിങ് ആണോ, ബാങ്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ, സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഡാഷ്ബോർഡിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ പേയ്മെൻറ്റും എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ആരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അതിൻ്റെ സക്സസ് റേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യവും വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോം സെഡ് പാർട്ട്ണർ പ്രോഗ്രാം. ആദ്യം അത് വൺ കോഡ് എന്നാണ് അറിഞ്ഞിരുന്നത്, ഇപ്പോൾ അത് സെഡ് പാർട്ട്ണർ പ്രോഗ്രാം എന്നാണ് അറിയുന്നത്. നമുക്ക് ലഭിക്കുന്ന, ഞാൻ സെല് ചെയ്യുന്നത് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്.
ഞാനൊരു 15,000 ബിലോ സാലറിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അതുകൂടാതെ എനിക്ക് സിബിൽ സ്കോർ വളരെ മോശമായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം പരിചയപ്പെട്ടു. പരിചയപ്പെട്ടതിന് ശേഷം തന്നെ ഞാൻ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് എൻ്റെ ഫസ്റ്റ്, പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത വീഡിയോ KYC, ഒരു വീഡിയോ KYC വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്നുള്ളൂ. അത് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. അപ്പോൾ ആ ലാംഗ്വേജിൽ വീഡിയോ KYC വരിക. KYC കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ തന്നെ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റെസിപ്റ്റും അപ്പം തന്നെ ഓൺലൈനായിട്ടുള്ള കാർഡ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. ഫിസിക്കൽ കാർഡ് നമുക്ക് കമ്പനി സെൻഡ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ ഇതാണ്, ഇത്രയധികം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരൊറ്റ കാര്യം. ഒരു കാർഡ് സെല് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 1350 രൂപ, ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓൺലൈൻ ജോബാണ് എന്ന് മാത്രം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഓഫ്ലൈൻ ജോബ് കൂടിയാണ്. കാരണം ഇതിനെ നമുക്ക് POSP, പേഴ്സൺ ഓൺ സ്പോട്ട്, നമുക്ക് പോയി പർച്ചേസ് ഓൺ സെയിൽസ് പേഴ്സൺ എന്നുള്ള രീതിക്കും നമുക്കിത് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ സൊമാറ്റോ ഓടുന്നവരുണ്ട്, അല്ലാതെ മറ്റ് ജോബുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുകൂടാതെ അതർ ആക്ടിവിറ്റീസ് അവരുടേതായ രീതിയിൽ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ചധികം വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ഭാഗത്ത് നിന്ന്, ഞാനും ഒരു സ്റ്റുഡൻ്റാണ്, ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. എനിക്കും എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ എനിക്കും ഫണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമുക്ക് പഠിക്കാനായിട്ട് കൂടുതൽ സമയം വേണം. ആ സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് സ്മാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് കുറച്ചധികം നല്ലതും, നമ്മൾ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇപ്പം മാർക്കറ്റിംഗ് ആണ്, അപ്പോൾ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ലതാണ്, അതോടൊപ്പം തന്നെ അതിന് കിട്ടുന്ന റവന്യൂവും അധികമാണ്. അപ്പോൾ നമ്മളൊരു മാസത്തിൽ 4 കാർഡോ 5 കാർഡോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു 4000 to 5000 നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ആസ് എ സ്റ്റുഡൻറ്റ്. പ്രോ എന്നുള്ളൊരു നിലയിൽ ഒരു 30-40 എണ്ണം ഓടി നടന്ന് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അതിന് ഒരു 3, 4, 5 നമ്മൾ എഫേർട്ട് എടുത്തൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ നമ്മുടെ റിലേറ്റീവ്സിലോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കും. ആദ്യം ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എല്ലാ ബാങ്കുകളും അലോ ചെയ്യുന്നത്, നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ്, ഒട്ടും ക്രെഡിറ്റ് ലിമിറ്റ് ഇല്ല. ഉദാഹരണം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ലിമിറ്റ് 0 ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ 300 ആയിട്ടുള്ള ഒരാൾ, അവർക്ക് ക്രെഡിറ്റ് സ്കോർ കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യിക്കാനായിട്ട് ശീലിപ്പിച്ചാൽ മാത്രം മതി. ഒരു 6 months. കാരണം കൃത്യമായിട്ട് നമ്മുടെ FDയിൽ നിന്നാണ് നമ്മൾ ഫണ്ട് എടുക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിൽ അടക്കുമ്പോൾ തിരിച്ചടക്കുന്നു എന്നുള്ളൊരു ക്രൈറ്റീരിയ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ സിബിൽ പയ്യെ പയ്യെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രെഡിറ്റ് സ്കോർ കയറുകയും ക്രെഡിറ്റ് കാർഡ് എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതിൻ്റെ ചാർജസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഈ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ വരും. വൺസ് നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന കാർഡ് തന്നെ നമുക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഭാവിയിൽ ഉപകാരത്തിൽ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് നമ്മളൊരു സെയിൽസ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലോട്ട്, ആ ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അക്കൗണ്ട്സും GST അടക്കം കട്ട് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നത്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം കൂടുന്ന ആ ലെവലിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ വേറെയും കിട്ടുന്നുണ്ട്. ബെസ്റ്റ് സെയിൽസിന് വേറെ ഓരോ ക്രൈറ്റീരിയ അവർ തന്നെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു വശം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാർഡ് പേരിലാണ് ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് അതിൻ്റെ പേരിൽ ഞാൻ ഇത്രയും പറയുന്നതും, അതുപോലെ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയധികം പറയുന്നത്. അപ്പോൾ ഇതൊരു വശം കേട്ടോ. ഇപ്പോൾ വീട്ടിലിരുന്ന് സൈഡ് ടൈം ഇൻകം വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ടും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ, എനിക്കൊരു ചാനലുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇതുപോലെ വ്ളോഗ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വശം. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ആയിട്ടുള്ള രീതി, ഞാൻ ഓഫ്ലൈനിൽ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഓഫ്ലൈൻ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോളേജുകളിലാണെന്നുണ്ടെങ്കിൽ തന്നെ പലരും ഇപ്പോൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് പലരും സമീപിക്കാറുണ്ട്. കൂടുതലും യങ് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്.
അവരെല്ലാം ഓരോ പ്ലാറ്റ്ഫോമിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നതാണ്. മേ ബി സം ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെല്ലാം അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് അതിൻ്റെതായ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരുന്നത് ഫ്രീലാൻസ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നിൽക്കുക. ഇപ്പോൾ ഒരു കോളേജാണ് നമ്മളൊന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ ആ കോളേജിൽ സപ്പോസ് ഒരു 500 അല്ലെങ്കിൽ 1000-നടുത്ത് സ്റ്റുഡൻസ് ഉണ്ട്, ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട്, ബികോം ഒക്കെ ഉള്ള സ്റ്റുഡൻ്റ് ആണ്, ഒരു കോളേജാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു പാംലെറ്റോ ഇതിൻ്റെ ബെനിഫിറ്റ്സോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിനെയും നമുക്കൊരു സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പാർട്ട് ടൈം ആയിട്ട് അപ്പോഴും ജോലി അന്വേഷിക്കുന്ന സ്റ്റുഡൻസ് ആ 500 പേരിൽ ഒരു 1% എങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ 10% ഉണ്ടാവും. ഈ 10%-ൽ അതിലെ കൺവേർഷൻ റേഷ്യോ അതിലൊരു 10% ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഓഫ് റേഷ്യോയിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും സെയിൽസ്. ഇതിൽ റെഫറൽ ഇൻകം കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് അവരവരുടേതായ രീതിയിൽ പഠിച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു റെഫറൽ ഇൻകം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്കീം കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. കാരണം സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും മറ്റ് വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പഠിച്ചിട്ടൊന്നും ചെയ്യാനൊക്കെ സാധിക്കാതിരിക്കുന്നവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു സെനേരിയോ പറഞ്ഞതാട്ടോ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് വരാം. ഗുണങ്ങൾ പറഞ്ഞു, ക്രെഡിറ്റ് കാർഡിന്റെ ദോഷവശങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം കൃത്യമായിട്ട് പണം കടം മേടിച്ചിട്ട് അടച്ചില്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. ക്രെഡിറ്റ് കാർഡിന്റെ കേസിലും അത് തന്നെ. ഇവരൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, ഇവരുടെ എന്ന് ഉദ്ദേശിച്ചത് ബോത്ത് അൺസെക്യൂർഡ് ആൻഡ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 30 to 35 36% ആണ് പെർ ആനം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അത് നോർമൽ പേഴ്സണൽ ലോണിനേക്കാളും എബോവ് ആണ്. അത് 27% വരെയാണ് പേഴ്സണൽ ലോണിനുള്ളൂ. ഇത് അതിനേക്കാൾ മേലെയാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ATM-ൽ കയറി ക്യാഷ് എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ട് ഈ കാർഡ് എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണത്തേക്കാൾ വരെ ദോഷം ചെയ്യും. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ, ഇത് ഞാൻ ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ളൊരു പോസ്റ്റ് എനിക്ക് കിട്ടി. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നു, ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പഠിക്കുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് തന്നെ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ്. അത് എനിക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലിമിറ്റ് കൂടുതലുള്ള മറ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത്. എൻ്റെ ക്രെഡിറ്റ് സ്കോർ കൂട്ടണം. അപ്പോൾ അതിന് 6 മാസത്തോളം ഞാൻ ഈ കാർഡ് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിലൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ വരുംവരായികകളും കാര്യങ്ങളും. പിന്നെ ഇത് SBM ബാങ്കിന്റെയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസിന്റെയാണ്. അപ്പോൾ വിചാരിക്കും ഇതിന്റെ ഇവിടെ അതോറിറ്റി ഇവിടെ അല്ലല്ലോ, അത് പുറത്തേതോ ഒരു ഐലൻഡ് അല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ അപ് ടു 5 lakh വരെ വരുന്ന ആ ഒരു ഡെപ്പോസിറ്റ് അത് RBI റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫേമിന്റെ അഷ്യൂർഡ് ആയിട്ടുള്ളൊരു റെഗുലേറ്ററിയിൽ വരുന്ന ഒരു സ്കീമാണ്. അപ്പോൾ നമുക്കതിൽ നമ്മുടെ ഫണ്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ള ഒരു കേസിൽ ഒരു കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. SBI ബാങ്കിന്റെ നല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണത്. അപ്പോൾ കാർഡിന്റെ കേസ് പ്രോഡക്റ്റ് അവയർനെസ് ആയി. അതേപോലെ എനിക്കറിയാവുന്ന, ഞാൻ ഉപയോഗിക്കുന്ന, ഞാൻ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ടെലികോളിംഗ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ഏത് കസ്റ്റമറിനാണോ നമുക്കിത് വേണ്ടത് എന്ന് പറയുന്നവർ അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ വാട്സാപ്പ് നമ്പർ മാത്രം നമുക്ക് മതി. ആ വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മൾ വിളിച്ചിട്ട് പറയാം, ഞങ്ങൾ ലിങ്ക് അയക്കും, ആ ലിങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക എന്ന് മാത്രം പറയേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തോളും. അവർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് അതെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോം അല്ല, ബാങ്കാണ് ഡീൽ ചെയ്യുന്നത്, നമ്മളല്ല. ആ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഡിമാറ്റ് അക്കൗണ്ട് ആയിക്കോട്ടെ, ബിസിനസ് ലോൺ ആയിക്കോട്ടെ, എല്ലാം ഡീൽ ചെയ്യുന്നത് ഡയറക്റ്റ് ബാങ്ക് ത്രൂ ആണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് മാത്രം വരുന്ന ഒരു ബ്രോക്കറേജ് വരുന്നതിന്റെ ഒരു പാർട്ട് മാത്രമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ ത്രൂ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേഷൻ എല്ലാം നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ട്, ആ ഡാഷ്ബോർഡിൽ കിട്ടും. ഫുള്ളി സേഫ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ബോത്ത് ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റുന്ന, ഇനി ടെലികോളിംഗ് നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ പോരെ. അതേപോലെ നമുക്കറിയാവുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ മലയാളത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി.
പുള്ളി അതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ട്യൂട്ടോറിയലും അതേപോലെ തന്നെ PDF-ഉം നമുക്ക് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടാവും. അതും നമുക്ക് കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം കേട്ടോ ഇതൊക്കെ സെല് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഗൂഗിൾ പേ യൂസ് ചെയ്യുക, ഒരു വീഡിയോ KYC വരുമ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിന്നെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ എമൗണ്ട് എങ്ങനെയാണ്, പേ ഔട്ട് എങ്ങനെ വരിക എന്നുള്ളത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസും പറയാം. നമ്മൾ Z പാർട്ട്ണറിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് 1 ടൈം ആദ്യമായിട്ട് ഈ കാർഡ് എടുക്കുന്നവരായിരിക്കണം. അതേപോലെ ഇനി നമ്മൾ പേഴ്സണൽ ലോണാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഞാനത് പറഞ്ഞു എന്നുള്ളൂ. ഫസ്റ്റ് ടൈം യൂസേജ് ആയിരിക്കണം. കാരണം ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ പ്ലാറ്റ്ഫോമിന് തന്നെ ഫണ്ട് ലഭിക്കുന്നത് ഫസ്റ്റ് ടൈം യൂസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ന്യൂ കസ്റ്റമറെ ജനറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് മാത്രമാണ് ഇവർക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ക്രൈറ്റീരിയാസും കാര്യങ്ങളെല്ലാം ഓരോ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഗുണഗണങ്ങളും എഴുതിയിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്ര കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞു. എൻ്റെ ഡാഷ്ബോർഡിൽ കാര്യങ്ങൾ അത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുള്ളി ഞാൻ എഴുതുന്നില്ല. ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് വെക്കുന്നത്. അതിൽ എൻ്റെ കാറ്റലോഗിൽ ജസ്റ്റ് ഞാൻ ഒരു ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് മാഗ്നറ്റ് കാർഡിൻ്റെത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വാട്സാപ്പ് ചെയ്യാം എന്താണെന്നുള്ളത്, എന്താണ് എങ്ങനെയാണ്. എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റെഡിച്ച് അങ്കമാലിയിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ സെയിൽസിൽ എനിക്ക് അത്യാവശ്യം അവിടെ നല്ല സെയിൽ ഉണ്ട്, ഇൻസെൻറ്റീവ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാനിത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും. അതേപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണ്, അത്ര കണ്ട് ഹെൽപ്ഫുൾ ആണ്. ഞാനൊരു സ്റ്റുഡൻറ്റും കൂടെ ആയതിൻ്റെ പേരിൽ സ്റ്റുഡൻസ് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് പുറത്തിറങ്ങി ഒന്ന് വണ്ടിയിൽ നോക്കുമ്പോൾ അറിയാം. സൊമാറ്റോ കൂടുന്ന പയ്യന്മാർ കൂടുതലും സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ളൊരു, ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നല്ല, അവർക്ക് ഹെൽപ്ഫുൾ ആകും ആ ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണുന്നവർ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ല നിങ്ങളുടെ ക്ലോസ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ക്ലോസ് സർക്യൂട്ട് ആയിട്ടുള്ള ഏരിയാസിൽ കുട്ടികളുണ്ട്, അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വാട്സാപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് ചാനൽ കുറച്ചധികം ചാനലിൽ ത്രൂ ഉള്ളൊരു ഏർണിങ്സും കൂടെ കിട്ടും. ഇതാകുമ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോം ത്രൂ ഉള്ളതാണ് ഡയറക്റ്റ് വരുന്നത്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയധികം കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ അടുത്തൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. അതിൽ ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കേഷനും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഒരു സെയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷുറൻസ് റിലേറ്റഡ് ആണ്. ബോത്ത് ഈ പറഞ്ഞ എല്ലാ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും കൂടെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും അതേപോലെ വെഹിക്കിൾ ഇൻഷുറൻസ് എല്ലാം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതും ഇതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതും കൂടിയാണ്. അതിന് ഇത്തിരി നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ പഠിക്കണമെന്നും കൂടി മാത്രം കേട്ടോ. കാരണം എല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ദർ ഈസ് നോ സോഫ്റ്റ്വെയർ വേ, ഹാർഡർ വേ തന്നെ ഉള്ളൂ എല്ലാത്തിനും. പിന്നെ സ്മാർട്ട് വേ. പിന്നെ നമ്മുടെ ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയതിൻ്റെ പേരിൽ നമുക്ക് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടി. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ മതി. ഇപ്പം ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോൺ, ഈ ഒരു ഹെഡ്സെറ്റ്, ഇത്രയധികം കാര്യങ്ങളാണ് എനിക്ക്. ഇപ്പം ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ഒരാളോട് പറയുമ്പോൾ എനിക്ക് ഇത്രയും ഇങ്ങനെ പറയേണ്ടി വരും. അല്ല, ഞാൻ കുറച്ചധികം പേരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗാക്കി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ ലിങ്ക് ഷെയർ ചെയ്താൽ കേൾക്കുന്നവർക്കൊരു ഇപ്പോൾ തന്നെ 18 മിനിറ്റ് ആയിട്ടുള്ളൂ. 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് അവർക്ക് എൻ്റയർലി അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ KYC ഒക്കെ മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മൾ പാൻ കാർഡ് വേണം, നമ്മുടെ ആധാർ കാർഡ് വേണം. അങ്ങനെ എല്ലാം നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ട് അവർ ₹1 വരെ സെൻഡ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ വരെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു വശങ്ങളാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് 100% പ്രൂവൺ ആണ് എൻ്റെ കയ്യിൽ. അതിന് പ്രൂഫ് ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ അതിൽ ഫണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. ആ കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ട്രൈപോഡും മൈക്കും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ₹522. ആ കാർഡ് എനിക്ക് ഓൺലൈനായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫിസിക്കൽ കാർഡ് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അതും ആക്ടിവേറ്റ് ആക്കാനുള്ള ഒരു സെറ്റപ്പായിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്രയും പറയാനുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ കാണണം എന്നല്ല, ഇത് കാണുന്ന ഓരോരുത്തർക്കും ഇത് വേർത്തായിട്ടുള്ളൊരു വാല്യുബിൾ ഇൻഫർമേഷനാണ്. പഠിക്കുന്നവർക്ക് കൂടുതലും, വീട്ടിലിരുന്ന് മുഷിയുന്നവർക്കും
മുഷിയുന്നവരെന്നൊന്നും ഞാൻ പറയില്ല. വീട്ടിലിരിക്കുന്ന എന്ത് മുഷിപ്പ്. എല്ലാവർക്കും അവർക്ക് അവരുടേതായ ഒരു ഇതുള്ളത് കൊണ്ടിട്ടാണ് അവരങ്ങനെ ഒതുങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പാർട്ട് ടൈം ആയിട്ടൊക്കെ ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കാറ്റലോഗിൽ എൻ്റെ റെഫറൽ ലിങ്കും അതേപോലെ തന്നെ പ്രോഡക്റ്റ് ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട്. പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതികൾ നിങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യേണ്ടതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ കാണാം, വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.